കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വിയോജിപ്പോ വിരോധമൊന്നും അല്ല അവർക്കുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പാലക്കാട് ജില്ലയിലെ പാർട്ടി ലീഡർഷിപ്പ് എടുക്കുന്ന ചില തെറ്റായ നിലപാടുകളെ പാർട്ടി കമ്മിറ്റികളിൽ വിമർശിക്കുകയും സമയാസമയങ്ങളിൽ ചൂണ്ടിക്കാണിക്കുകയും തിരുത്തണം ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഏകപക്ഷീയമായി നിലപാടെടുക്കുകയും വിമർശിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് ഇവരുടെ കംപ്ലൈൻറ്റ്. എന്നാൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരില്ലാത്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നിന്നുകൊണ്ട് അവർ പിന്നെ ഈ CPIയെ സംരക്ഷിക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ അവർ അത്തരം ഒരു നിലപാടെടുത്തതിന് ശേഷം ഞാനിവരുമായിട്ടൊന്നും ബന്ധമില്ല. എന്നാൽ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പാർട്ടി ലീഡർഷിപ്പിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്, അവർ ബന്ധപ്പെടുന്നുണ്ട്. കഴിയുന്നതും വേഗം ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കി അവരെയും കൂടി പാർട്ടിയിൽ യോജിപ്പിക്കാനുള്ള പരിശ്രമം നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പല കാര്യത്തിലും അവരെടുക്കുന്ന നിലപാട് ശരിയാണത്. ചർച്ച ചെയ്താലേ ബോധ്യമാവുള്ളൂ. ചർച്ച ചെയ്യണം അത്ര. അങ്ങനെ ആളുകളെ പുറത്താക്കാനല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരമാവധി ആളുകളെ ചേർത്ത് പിടിച്ച് പാർട്ടി ശക്തിപ്പെടണ്ടേ. എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത്? ചില ആളുകളുടെ താല്പര്യത്തിന് വേണ്ടിയാണോ? അല്ലല്ലോ. ഞാൻ പറയുന്നത് അത് ചർച്ച ചെയ്യണം, അവരുമായിട്ട് ചർച്ച ചെയ്യണം, ന്യായാന്യായങ്ങൾ പരിശോധിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അവരെ വിട്ടുകളയാൻ പാടില്ല. പാർട്ടിയെ ശക്തിപ്പെടുത്തലാണ് ആവശ്യം. എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും പാർട്ടിയെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നതിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലഘട്ടത്തെയും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനിയും ചെയ്യേണ്ടത് അതാണ്. അല്ലാത്ത ഒരു നിലപാടുകളോടും ആർക്കും യോജിക്കാൻ കഴിയില്ല.